ഹലോ ഗായ്സ്, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ എല്ലാവരും സ്പേസും എർത്തും തമ്മിലുള്ളൊരു ഇത് പറയാനാണ് വന്നത്. എല്ലാവരും വിചാരിച്ചേക്കുന്ന സ്പേസിൽ എല്ലാവരും എല്ലാം എനിക്ക് ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, സ്പേസിൽ ഗ്രാവിറ്റി ഇല്ല, ലെസ് ഗ്രാവിറ്റിയാണ്. സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാത്ത കൊണ്ടാണ് അവിടെ മുടിയൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നത്. ഒരിക്കലല്ല, സ്പേസിൽ ഗ്രാവിറ്റി ഉണ്ട്. സ്പേസിൽ ഒരു 90% ഗ്രാവിറ്റി ഉണ്ട്. നമ്മുടെ എർത്തിൽ ഒരു 100% ഗ്രാവിറ്റിയും ഉണ്ട്. സ്പേസിൽ ലെസ് ഗ്രാവിറ്റിയും അല്ല, മോർ വിറ്റിയും അല്ല. സ്പേസിൽ മീഡിയമാണ്. ഒരു ഗ്രാവിറ്റി ഉണ്ടെന്ന് പറയാം. സ്പേസിൽ 90% ഗ്രാവിറ്റി ഉണ്ട്, എർത്തിൽ 100% ഉണ്ട്. ഇപ്പം നമ്മളൊരു കുപ്പിയിൽ ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ ആ കുപ്പിയിലെ വെള്ളം ഫുള്ളും പോകും. അതുപോലെ കുപ്പിയിൽ അതേപോലെ തന്നെ ഹോൾ ഇട്ടിട്ട് ആ കുപ്പി എടുക്കാൻ താഴെയിട്ട് ആ വെള്ളം പോവില്ലല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ബുക്കും ഉണ്ട്, ഒരു പേപ്പറും ഉണ്ട്. ഇത് ഞാൻ രണ്ടും കൂടി കഴിച്ചു. ഇതിലാദ്യം വീണത് ബുക്കാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു എയറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, ഗ്യാപ്പ് വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഈ പേപ്പർ കൊടുത്തു, ഈ ബുക്ക് കൊടുത്തു. എന്നിട്ട് ഇതെടുത്തിട്ട് ഈ ബുക്കിൻ്റെ മുകളിൽ വെച്ചു. ഈ പേപ്പർ എടുത്തിട്ട് ഞാൻ ബുക്കിൻ്റെ മുകളിൽ വെച്ചു. താഴെ ഇട്ടു. ഇതിലേതാ രണ്ടും ഒരേ സമയത്താണ് വീണത്. അവിടെ അപ്പോൾ ആ എയറിൻ്റെ അട്രാക്ഷൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും കൂടെ ഒരുമിച്ച് വീണത്. ഇപ്പം അതെയോ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിളായിട്ട്. ഇത് എർത്താന്ന് വിചാരിക്കൂ. ശരിക്കും എർത്തല്ല, ഇത് സാറ്റേൺ ആണ്. ഇത് എർത്താന്ന് വിചാരിച്ചു. ബോള് സാറ്റേൺ ആണ് ശരിക്കും. ഇത് തേയോ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ്. ഇതാണ് നമ്മുടെ മൂണെന്ന് വിചാരിക്കും. മൂന്ന്, ഇത് എർത്ത്. ഈ ഇത്രയും എന്ന് വെച്ചാൽ 6. ഇപ്പോൾ കുറേ ദൂരമുണ്ട് എന്ന് വെച്ചാൽ എർത്തിൽ ഇതാണ് എർത്തെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് വിചാരിക്കും. അപ്പോൾ ഇതാണ് എർത്തിൽ നിന്ന് ഇതിനേക്കാളും ഭയങ്കര കൂടുതൽ ദൂരമാണ് ഈ ഒരു മൂണിന്. ഈ മൂൺ വരെ എർത്തിൻ്റെ ഗ്രാവിറ്റിയിൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുവാണ്. മൂൺ വരെ എർത്തിനെ ഇങ്ങനെ 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 റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ മൂൺ വരെ എർത്തിൻ്റെ ഈ ഗ്രാവിറ്റിയിൽ അട്രാക്റ്റിംഗ് ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഉദ്ദേശിക്കുന്നത് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റോക്കറ്റിൽ കയറി അങ്ങോട്ടെങ്കിലും പോയ സ്പേസിലോട്ടാണ്. അത് സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ പോയേക്കണേ. ഞാൻ സുനിത വില്യംസിനെ പറ്റിയാണ് പറയണേ. ഇപ്പോൾ അതായത് സ്പേസ് സ്റ്റേഷനിലോട്ടാണ് സുനിത വില്യംസ് പോയേക്കണേ. ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. സുനിത വില്യംസ് സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കഴിഞ്ഞ പോയ കൊല്ലത്തിൻ്റെ ജൂണിലും കണ്ടുമാണ് പോയത് സുനിത വില്യംസ്. ഇപ്പോൾ അവളും അവിടെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സുനിത വില്യംസിൻ്റെ ഇതാണ് നമ്മുടെ എർത്ത്. ഇതാണ് സ്പേസ് സ്റ്റേഷൻ എന്ന് വിചാരിച്ചത്. സ്പേസ് സ്റ്റേഷൻ ഒരു 400 സംതിങ് അകലെയാണ് നിൽക്കുന്നത് എർത്തിൻ്റെ. ഇതാണ് സ്പേസ് സ്റ്റേഷൻ. ഫുട്ബോൾ വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയൊക്കെ ഉണ്ടാവും. ശരി, അപ്പം ഈ എർത്തിനെ ഇതേപോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്പേസ് സ്റ്റേഷൻ. അതിൽ മൂന്നും ചുറ്റുണ്ട്. മൂന്നും ഇതേപോലെ അകലെ നിന്നത് ഇങ്ങനെയാണ് മൂന്നും ചുറ്റുന്നത്. ഇതേപോലെ ഇങ്ങനെയൊക്കെയാണ് മൂന്നും ചുറ്റുന്നത്. അതേപോലെ ഇതാണ് എർത്ത്. ഇങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതേപോലെ 3 മീൻ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സുനിത വില്യംസ് നിൽക്കണ
സ്പേസ് സ്റ്റേഷനും ഇനി ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുക. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ കറങ്ങുവാണ്, എർത്തിനെ. അപ്പോൾ ഈ സുനിത വില്യംസ് ഇരിക്കുന്ന സ്പേസ് സ്റ്റേഷൻ ഇപ്പം ഞാൻ എന്തെയോ ഇവിടെ നിൽക്കുവാന്ന് വിചാരിച്ചോ. ഇവിടെ ഇതാ ഈ വിരലിൽ എന്നെ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുവാണ്. ഈ വിരൽ ഇതാണ് ഞാനെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ നിന്നിട്ട് ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ ഇവിടെ വീഴും. അങ്ങനെ ഇതേപോലെ വീഴാൻ സ്ഥലമില്ലാതെ പിന്നെ ഈ എയർ സ്പേസിലെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ വീഴും. പിന്നെ ഇങ്ങനെ വീഴാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വീഴാൻ നോക്കും പറ്റൂല. പിന്നെയും വീഴാൻ നോക്കും പറ്റൂല. പക്ഷെ ഗ്രാവിറ്റി കൊണ്ട് ഇങ്ങനെ നമ്മുടെ എർത്തിലോട്ട് ഇങ്ങനെ വീഴാൻ നോക്കുന്നതാണ്. പക്ഷെ പറ്റൂല. ഇതേപോലെ കറങ്ങണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 3 പേര് അങ്ങനെ സ്പേസിൻ്റെ അട്രാക്ഷനിലാണ് ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എർത്ത് സ്പേസ് സ്റ്റേഷൻ ഇതാണെന്ന് വിചാരിക്കൂ. ഇതേപോലെ ഇങ്ങനെ കറങ്ങുവാണ് എന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ സ്പേസ് സ്റ്റേഷൻ ഇങ്ങനെ വീഴാൻ നോക്കും എർത്തിലോട്ട്. പക്ഷെ പറ്റൂല. പിന്നെ ഇതേപോലെ കറങ്ങി ഇങ്ങനെ വീഴാൻ നോക്കും, പറ്റൂല. പിന്നെ അട്രാൻസിൽ ഇങ്ങനെ വീണോണ്ടിരിക്കുവാണ് എർത്തിലോട്ട്. വീണോണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ വീഴില്ല, പക്ഷെ വീണ പോലെ തോന്നും. ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ ഓട്ടിട്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ മുടിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലോട്ടായി നിൽക്കുന്നത്. എന്തിനകത്ത്? സ്പേസിൽ. അല്ലാതെ ലെസ് ഗ്രാവിറ്റി കൊണ്ടും അതേപോലെ വേറെ ഒന്നും കൊണ്ടും അല്ല. ശരിക്കും നമ്മൾ സ്പേസിൽ ലെസ് ഗ്രാവിറ്റി ഉണ്ടെന്ന് പറയില്ല. അത് ഫ്രീ ഫോളാണ്. ഫ്രീ ഫോൾ എന്നേ പറയുള്ളൂ സ്പേസിൽ. ഇതിനെ ഫ്രീ ഫോൾ. ഓക്കെ, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ.